അസ്സലാമു അലൈക്കും ഫാറൂഖേ. കൊറേ കാലമായി നമ്മള് കണ്ടിട്ടാ. നമ്മൾ ഒരുമിച്ച് പഠിച്ച ഓർമ്മ ഓർമ്മണ്ടല്ലോ. നമ്മള് ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മള് കളിക്കൂട്ടുകാരല്ലേ. നിങ്ങള് പിന്നെ പ്രവാസിയായി ഗൾഫിലേക്ക് പോയി. ഞാന് സ്വന്തം നാട്ടിൽ തന്നെ ബിസിനസ് ഒക്കെ ആയിട്ട്. എന്താണ് പിന്നെ അൽഹംദുലില്ലാ ഫാറൂഖേ. വേറെ ഈ സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്നത്. സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫാറൂഖ്. പിന്നെ ഞാൻ അങ്ങോട്ട് എംഎയിൽ പോയി അല്ലേ. എംഎയിൽ ഞാനും പോയി. കുറച്ച് കാലം ഉണ്ടായിരുന്നു. നമ്മള് ക്ലാസ് മാറി അവിടെ വെച്ചു. പിന്നെ പഴയ നോമ്പിന്റെ ഓർമ്മകളൊക്കെ ഒരുപാട് ഓർമ്മയുള്ള സ്ഥലമാണ്. 40 കൊല്ലം മുമ്പൊക്കെ നമ്മള് നോമ്പിന്റെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മള് ഫാറൂഖിന്റെ അടുത്ത കാലത്താണ് ഫാറൂഖ് എഴുതിയൊക്കെ ഞാൻ വായിക്കൽ തുടങ്ങിയത്. ഒരുപാട് ഞാനിവിടെ ചെറിയ കാര്യങ്ങളൊക്കെ നാട്ടിലെ പൊന്നാനിൽ നടക്കുന്ന കാര്യങ്ങള് ഈ റംസാനെ പറ്റിയിട്ട് അതല്ലേ. പിന്നെ ഫാറൂഖിന് ഓർമ്മയുണ്ട് ഈ റംസാൻ വരുമ്പോഴ് പൊന്നാനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പറയാൻ പറ്റുമോ? പൊന്നാനിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി പകലും പകല് രാത്രി നേരം വിളിക്കാന്നുണ്ടെങ്കിൽ 10 മണിക്കാണ്. പകല് നമ്മൾ കിടന്നുറങ്ങും, രാത്രി ഉറക്കില്ല. മനസ്സിലല്ലേ? ഇവിടെ ബൈബാരും പ്രൈസുകളും അതുപോലെ അതല്ല ആദ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ റംസാന്റെ വരവ് അറിയിച്ചിട്ട് എല്ലാ വീട്ടിലും അതല്ല ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അതുപോലെ എല്ലാ വീട്ടിലും പാനൂസ് ഉണ്ടാകും. അതൊക്കെ ഒരു പൊന്നാനിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അല്ലേ. അതൊക്കെ ഗൾഫിൽ നിന്ന് കടലിൽ കടന്നിട്ട് അറബികൾ കൊണ്ടുവന്നാണെന്ന് പറയുന്ന ചരിത്രത്തിൽ. പക്ഷെ നമ്മളെ ചെറുപ്പത്തിൽ എല്ലാ വീട്ടിലും പാനൂസ് ഉണ്ടാക്കിയിരുന്ന ആളുകൾ അറിയാം. കുറെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞ കടലാസ് അതൊന്നും കാണാൻ തന്നെ ഇല്ല. അപ്പൊ അതിനോട് കുറെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ 2-3 തൂക്കിയിരുന്നു. ഉണ്ടാവും. എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിങ്ങനെ ഓരോ വീട്ടില് റംസാന്റെ വരവ് അറിയിച്ചിട്ടാണ് അങ്ങനെ തൂക്കിയത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഒരുപാട്. പിന്നെ മുത്തായപടി അറിയില്ലേ? അതല്ല, അത് ത്രാവിയ കഴിഞ്ഞാൽ അത് സുബൈ ബാങ്ക് കൊടുക്കുന്ന 3-3:30 മണി ടൈം വരെ ഉണ്ടാവും. കുട്ടികൾക്ക് അത് രസമായിരുന്നു മണ്ണെണ്ണ വെച്ചിട്ട്. അത് ലോകത്ത് വേറെ എവിടെ ഇല്ല തോന്നുന്നുണ്ട്. നമ്മള് കണ്ടിട്ടില്ല, എവിടെ ഇല്ല. ഇപ്പൊ അത് ദുർലഭമാണ്, കാരണം മണ്ണെണ്ണ കിട്ടാനില്ല. മണ്ണെണ്ണയിലാണല്ലോ ഇതാക്കുന്നത്. പൊന്നാനിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട്. കാരണം ഒന്നാമത്തെ വെച്ചാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ഈ എല്ലാവരും കൂടി കൂടുതലുള്ള ഒന്നായിട്ട് എന്താ പറയുക, പൊന്നാനി മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ. അപ്പൊ അത് ആ ഒരു കൾച്ചറിലാണ് അത്. പിന്നെ രാത്രി പകലിങ്ങൾ പറഞ്ഞവര് പകല് രാത്രിയാണ്. ഈ പൊന്നാനി അങ്ങാടിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലിൽ ബിസിനസ് ഇല്ല. പൊന്നാനി അങ്ങാടി ഉണരാന്ന് പറഞ്ഞാൽ തന്നെ 11 മണിക്കാണ് ലോഹർസ്കാരം. ആ സമയത്തോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ പൊന്നാനി വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണമാണ്. പൊന്നാനിക്ക് ഒരു നോമ്പർക്കലിന്റെ ഒരുപാട് ഭക്ഷണങ്ങളാണ്. എന്തൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാണുന്ന വെച്ചാൽ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഉപ്പാക്ക് കടണ്ട്, എന്റെ ഉപ്പാക്ക് കടണ്ട്. അപ്പൊ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് ആളുകൾ അതില് കൂടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ അതിങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സാനിലാക്കിയിട്ട് അതിൽ വേറെ പ്രത്യേകത ഉണ്ട്. പൊന്നാനിൽ മരുമക്കത്തായാണ് കല്യാണം കഴിച്ചിട്ട് ഭാര്യ വീട്ടിൽ. അപ്പൊ ഈ ഓരോ ദിവസം അതല്ല, അത് ഇങ്ങനെ 7ാമത്തെ ദിവസം, 11ാമത്തെ ദിവസം, 16 മുന്നോട്ട് 21 അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പുതിയാപ്പിളിന്റെ വീട്ടില് പലഹാരങ്ങൾ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും പലഹാരങ്ങൾ സ്റ്റോക്ക് ആയിരിക്കും. അതിനെക്കാട്ടും വേറെ ഉണ്ട്. ഈ റംസാൻ മാസത്തില് ഇൽമുമായിട്ട് ദുൽമുണ്ട്. നമ്മളെ പ്രായം എന്ന് പറഞ്ഞാൽ ചെറുപ്പം നിഷ്കളങ്ക പ്രായമാണ്. നമ്മൾക്ക് ഇതിനെ പറ്റി അറിയില്ല. അപ്പൊ നമ്മൾ അന്ന് കിട്ടുന്നത് എൻജോയ് ചെയ്യാന്നുള്ളത്. അത് ബലൂണിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് പറ്റാത്ത ബലൂൺ വെള്ളം എറിയ. പിന്നെ അതുപോലെ തന്നെ ഈ ആലിയാക്ക ഒരു നുറുക്ക് നുറുക്ക് കളക്ട് ചെയ്തിട്ട് ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അതൊക്കെ ചെയ്തിരുന്നത്. അതൊരു വലിയ പാട്ടവിളക്കാണ്. അത് ആർക്കാ നഷ്ടപ്പെടുന്നത്? അവര് ഊതിക്കിടത്തിയിട്ട് പിന്നെ അവിടെ അത് പ്രശ്നങ്ങളാണ്. പിന്നെ അതുപോലത്തെ ഒരു ഇതാണ് വേറെ വെയ്വാരി ലക്കോട്ടും പിന്നെ പഴയ കാലത്ത് റിക്കാർഡ് ഉണ്ടല്ലോ. പൊന്നാനിൽ എത്ര പള്ളിയുണ്ടെന്ന് പറയാൻ പറ്റും ഫാറൂഖിന്? പൊന്നാനിയിൽ പള്ളികള് ഒരു നമ്മളെ നഗരസഭ ടൗണിന്റെ ഉള്ളിൽ തന്നെ ഒരു 10-40 പള്ളി. 80 പള്ളിയുണ്ട് ഫാറൂഖെ. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലകത്ത് 80 പള്ളിയുണ്ട് മൊത്തത്തില്. പിന്നെ അതിൽ തന്നെ 40ഓളം പള്ളികള്, 50 പള്ളികള് ജുമായുള്ള പള്ളികളാണ്. ലോകത്ത് എവിടെയും അത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഫാറൂഖെ. ഒരു സ്പോട്ടിൽ നിന്നാല് 5ഓളം പള്ളി കാണുന്ന സ്ഥലമുണ്ട്. എവിടെ? നമ്മുടെ ഈ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാ? അതൊരു 100 മീറ്ററിന്റെ അകത്ത് അതിലൊരു ഏകദേശം 20 പള്ളികളുണ്ട്. അത് ലോകത്ത് സൗദി അറേബ്യയിൽ പോലും ആ കാഴ്ച കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു പ്രവാസിയാണല്ലോ. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോലും അങ്ങനത്തെ ഒരു ഇതില്ല. ഇവിടെ തന്നെ നോക്കി, ഇവിടെ ഇപ്പോൾ ഈ പള്ളിയുണ്ട്, തൊട്ടടുത്താണ് ജമാഅത്തുണ്ട്. എത്ര വ്യത്യാസമുണ്ട്. അതാണ്. അതുപോലെ തന്നെ ജാറങ്ങൾ, ഇടവഴികൾ. ഈ ഫാറൂഖ് ഈ വഴിക്കൊക്കെ നമ്മൾ എത്ര പോലെ നടന്നു ഓർമ്മയില്ല. പള്ളികൾ പൊന്നാനി കൂടുതൽ
ഉണ്ടാവാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായി? പൊന്നാനിയില് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് കുറെ സൈനിക സഹായങ്ങൾ നമ്മുടെ രാജ്യത്തിന് കിട്ടി, ജൈനുദ്ദീൻ മഹ്ദൂം മുഖേന. അപ്പൊ അവര് ഇവിടെ നമ്മളെ ഈ നാട്ടിലെത്തുകയും അവരെ പ്രാഥമിക കാര്യങ്ങളും പ്രാർത്ഥനക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ മിസ്രിപ്പള്ളി. അതുപോലെ മിസ്രിപ്പള്ളി, ആചാരഹള്ളി. ഈ മിസ്രിപ്പള്ളിയിൽ ഇങ്ങനെയുണ്ട്, മറ്റേ മിസ്രിയിൽ നിന്നുള്ള എന്താ പറയാ പട്ടാളക്കാർ താമസിച്ചിരുന്ന അവരെ കവറും ഉണ്ട് അല്ലേ? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അവര് ഷഹീദായിട്ടുണ്ട് ഇവിടെ, അവരെ കബറുകൾ ഉണ്ടായിരുന്നു. ഈ വഴികളെ പറ്റിയിട്ട് ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കൊറേ കാലത്തിന് ശേഷമാണ് വഴിക്ക് വരുന്നത്. നമ്മളില്ലേ സ്കൂൾ ഘട്ടത്തിന് ഒരു മാറ്റമില്ല. 45 വർഷം മുമ്പ് നമ്മൾ ഈ വഴി കൂടെ ട്രൗസർ ഇട്ട് മാഷ ക്ലാസ് ആണ് അല്ലേ? അല്ല, അത് അപ്പുറത്തായിരുന്നു. ഇതിന്റെ ഉള്ളിൽ ഇത് സൂഫി സൈദാല ജാറാണ്. ഇതൊരു ജാറാണ്, സൂഫി സൈദാല ജാറാണ്. നമ്മള് കുളം നിർമ്മിക്കുന്ന സമയത്ത് ഈ ഒരു അല്ല, ഇതില് ആളില്ല, എന്തോ ഒരു കയ്യോ കാലോ അങ്ങനെ കാലോ കിട്ടിയാന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ അന്ന് നമ്മളെ കൂടെ ആരെ എനിക്കൊരാൾ ഓർമ്മയില്ല, 30 മണി കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ വരാം. അപ്പോ ഏതൊരു ഇത് പരിപാലിച്ചിരുന്ന ആളാ? അല്ല അതെനിക്കറിയില്ല. അല്ല, ഇത് ഒരു എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളുണ്ട്. അവന് വീട്ടിലെ പാല് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഈ സ്കൂളിൽ വരുള്ളൂ. അപ്പൊ ഇവിടെ വാപ്പ കൊടുക്കണ 10 വയസ്സിൽ 5 വയസ്സിൽ ജാർത്തിലിടും. എന്തിനാണ് മാഷ അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് വേദന കിട്ടിയിരുന്നു. പിന്നെ ഫാറൂഖ് വേറെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റംസാൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ ഇല്ലാത്ത സ്ഥലമാണ് ഈ സേറം വിളിക്കല്. നഗരസഭന്റെ അതിന്റെ ആവശ്യം ശരിക്കില്ല. എല്ലാ പള്ളികളിലും ഉള്ളതല്ലേ. അത് നോമ്പ് അത്തായത്തിനും 2 മണിക്ക് അത്തായത്തിനും ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാ? 2 മണിക്ക് അത്തായത്തിനും ഇതുപോലെ. അതെ. പക്ഷെ അങ്ങനെ ഒരു റംസാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 30 ദിവസം ഇവിടെ പൊന്നാനെ സംബന്ധിച്ചൊരു പെരുന്നാളാണ്. അതെ. ശരിക്ക് അല്ല, ഈ ദിവസം അല്ല, ഈ അതാണ് ഫറൂഖ് ഞാൻ പറഞ്ഞത്. ഈ നോമ്പ് ഈ മാസം കണ്ടു കഴിഞ്ഞാല് ശൈത്താനെ കെട്ടിടുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, കുട്ടികൾക്കൊക്കെ സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള ഒരു പേടില്ലാതെ നടക്കാൻ പറ്റും. അതൊക്കെയാണ്. ഇതാണ് മറ്റേ മിസ്രിപ്പള്ളി. ഇപ്പൊ അത് ഗവൺമെന്റ് എന്താണ് പറയാ ഉൾപ്പെടുത്തിയിട്ട് ഇതാക്കിട്ടല്ലേ. ഇവിടുന്ന് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളും കാണാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കബറ് ഇന്നാള് ഇമ്പിച്ചുകോയ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിൽ കുളമാണ്. കുളത്തില് നെക്നായിട്ട് ചെറിയ കുട്ടികൾ കുളിക്കുന്നുണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് ശ്മശാനല്ല, മയ്യത്ത് പരിപാലന വല്ലാത്തൊരു കാഴ്ചകളാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിലൊക്കെ കൂടുതലും ദൈനാമ്പായങ്ങൾ ഉണ്ടായിരുന്നു. അല്ലേ? ഇപ്പൊ പക്ഷെ നല്ല നല്ല കായ്ഫലങ്ങളുള്ള ഇതിന്റെ പശ്രമാണ്. വീട്ടില് പോയാല് പറയും അത് തിന്നേണ്ട മയ്യത്തിന്റെ അതുപോലെ വട്ടിയിലൊക്കെ ഒരു സംഭവം തൂക്കി കിട്ടി, അതൊരു മരം എന്നുള്ള സാധനമാണ്. ആട് പശുക്കളൊക്കെ ആയി കഴിഞ്ഞാൽ അതെ. ഇങ്ങനൊരു ഗ്യാപ്പിട്. പിന്നെ അതുപോലെ പൊന്നാനിക്ക് ഒരുപാട് ഇതുണ്ട് ഫാറൂഖ്. ഒരുപാട് പൊന്നാനിയുടെ കൾച്ചറിന് തന്നെ വ്യത്യാസമാണല്ലോ. റംസാൻ മാസമായി കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെത് കുഞ്ഞൻ നോമ്പറ, വലിയ നോമ്പറ, പിന്നത്തെ ഒരുപാട് എവിടെയും കിട്ടാത്ത. തീർച്ചയായിട്ടും പൊന്നാനെ സംബന്ധിച്ചിട്ട് ഒരു പൈതൃകാണ് അല്ലേ? പൈതൃക നഗരം. പക്ഷേ ഇപ്പൊ എത്ര നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ നിലനിർത്തി പോകുന്ന ഒരു പൈതൃകത്തിന്റെ ഒരു ഇതാണ് ഇപ്പോൾ ഇന്നും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊന്നാനെ സംബന്ധിച്ചല്ല, കേരളത്തിൽ മറ്റെവിടെ പോയാൽ ഇല്ല വേറെ എവിടെ ഇല്ലല്ലോ. ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പകല് രാത്രി പകല്. ഇപ്പൊ ഞാനൊക്കെ ഇവിടുന്ന് ഇപ്പോ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ കുട്ടികൾക്കൊന്നും താല്പര്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ എന്താ പറയാ, ഈ രാത്രി ഒന്നാമത്തെ ഈ വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ വളർന്ന കാരണം കുട്ടികൾക്കൊന്ന് രാത്രി വന്നിരിക്കാനോ പിടിക്കാനോ. നമ്മളൊക്കെ രാത്രി 2 മണിക്ക് ശേഷമാണ് നമ്മളിങ്ങനെ കമ്പനിയായിട്ട്. അന്ന് വേറെ പ്രത്യേകത ഉണ്ട്. ഈ സ്കൂൾ മാപ്പിള സ്കൂളായിരുന്നു. മാപ്പിള സ്കൂൾ സബന്റെ സ്കൂളാണല്ലോ. പക്ഷെ ആ ഒരു മാസം, റംസാന്റെ ഒരു മാസം നമുക്ക് വെക്കേഷൻ മുടക്കാണ്. അപ്പൊ അത് കാരണം പഠിക്കാനുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സാലിക്ക അസ്സലാമു അലൈക്കും. ഓർമ്മണ്ടാ? സാലിക്കാനെ മറക്കാൻ പറ്റില്ലല്ലേ? ഇപ്പോഴും സാലിക്കാന്റെ കട എന്നാ പറയാ അല്ലേ? ഇവിടെ പൊന്നാനില് സൈക്കിള് വാടക കൊടുത്തിരുന്ന കാലം ഓർക്കണ്ട? മണിക്കൂറിന് 25 പൈസ. ഞാനൊക്കെ സൈക്കിള് വാടക എടുത്ത് ഒരു ദിവസത്തിനൊക്കെ വാടക എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകും. സിനിമക്ക് പോകും, വാടക എടുത്തിട്ട് പോകും, പിറ്റേന്ന് രാവിലെ കൊടുത്തു വെച്ച് കൊടുക്കും. അങ്ങനെ ജീവിതത്തിന്റെ ഒക്കെ നല്ല ചെറിയ 50 വർഷം മുമ്പൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന MIP ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ സാലിക്ക് ഇവിടെ അതിനപ്പുറം പിന്നെ ഇവിടെ സാലിക്കാന്റെ ഇവിടെ നിന്ന് പെൻസിൽ മേടിക്കുക,
ഒക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ബാപ്പുക്കാന്റെ കട ചായപ്പീടിക ഉണ്ടായിരുന്നു. അന്ന് ഈ ബിൽഡിംഗ് അല്ലേ, വേറെ ബിൽഡിംഗ്. ശരി സാലിക്ക, കാണാൻ കുറെ കാലമായി കണ്ടിട്ട് അല്ലേ. പിന്നെ വേറെ ഫാറൂഖ്, ഇവിടെ എത്ര പോലെ ചായക്കടകൾ ഉണ്ടായിരുന്നു. അല്ല ഇവിടെ ഇത് ഇവിടെ വേറൊരു പ്രത്യേകം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാ? ഇവിടെ നിന്നാണ് റേഡിയോ വെച്ചിരുന്നത്. 10-45 വർഷം മുന്നേ റേഡിയോ ഇവിടെ നിന്നാണ് വാർത്തകളൊക്കെ വെച്ചിരുന്നത്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924400 964519 7440. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. ഈ കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? ഇല്ല, കുളത്തിൽ കുളിച്ചില്ല. ഞാൻ ചെറുപ്പത്തിൽ ഇഷ്ടമാതിരി കുളിച്ചിട്ടുണ്ട്. അന്ന് നീന്തൽ പഠിക്കുന്ന മുമ്പ് ഒരിക്കലും മുങ്ങി താന്നിട്ട് ആരോ ചാടി എടുത്താണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. പിന്നെ സീറ്റിൽ നമ്മൾ ഇരുന്നിട്ട് കഥ പറഞ്ഞാൽ ഇതിന്റെ പേരെന്താണ്? മാപ്പിള പാർക്ക് എന്ന് പറയാം. മാപ്പിള പാർക്ക് ഇവിടെ നല്ലൊരു പ്രത്യേകത. ഞാനൊന്നും ഇരുന്നില്ലട്ടാ. ഇവിടെ ഒരുപാട് ആളുകൾ രാത്രി കഴിഞ്ഞാലുണ്ടാവും. അത് മാത്രമല്ല, സൊറ പറഞ്ഞിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ പല ആളുകളും നമ്മൾ എന്തായാലും പറയാ, ഒരു കളി ഉണ്ടല്ലോ, ചതുരംഗം പോലെ, എന്താ പറയാ, പടവിട്ട്. മിക്ക ആൾക്കാർ ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും പടം വരച്ചിട്ട്. ഇങ്ങനെ ഇപ്പൊ ആരാ ഉള്ളത്? ഇവിടെ സീറ്റുണ്ട്, ഫുള്ള് സീറ്റല്ലേ. അല്ല, ഇവിടെ നല്ല ഭയങ്കര കാറ്റാണ്. ആളുകൾക്ക് അന്നത്തെ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ഈ സിനിമക്ക് പോവാ, അത് വളരെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സൊറ പറഞ്ഞിരിക്കും, അത് തന്നെ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഈ ഹോട്ടലിൽ ഈ റാന്തൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഒരു ദിവസം രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകളാണ് വരുന്നത്, പൊന്നാനിയിലുള്ള ആളുകളല്ല. പക്ഷെ ഇവിടെ നല്ല ബീഫ് മുട്ടപ്പത്തിരി അത് തിന്നാനായിട്ട് വരുന്നത് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. ഞാൻ കഴിച്ചില്ല. ഒരിക്കൽ വന്നിട്ട് മുട്ടപ്പത്തിരി കഴിച്ചിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ വന്നതൊക്കെ ഈ ഗൾഫ് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ ഗൾഫ് എന്ന് പറയുന്ന ഫാറൂഖ് പ്രവാസിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫാറൂഖിന് ഒരുപാട് അനുഭവങ്ങളൊക്കെ. ഈ ഗൾഫ് എന്ന് പറയുന്നത് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവില്ല. പുരോഗതി നമുക്ക് ഇവിടെ ഇല്ല. ആനക്കമ്പടം എന്ന് പറയാം. ഈ ആനക്കം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. വാപ്പാനെ പേടിയാണ് അന്ന് ഈ കുളത്തിൽ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അല്ലേ. എനിക്കും വല്ലാണ്ട് മുങ്ങിത്താൻ പറ്റില്ല. അപ്പൊ മൂക്കടപ്പ് വരും, ജലദോഷം. പക്ഷെ എന്തായാലും നമ്മൾ ഈ സീറ്റ് മൂലം ഈ ഭാഗത്തൊക്കെ വരുമ്പോ ഒരു മനസ്സിന് നല്ല രാത്രി കഴിഞ്ഞാല് നല്ല കാറ്റാണ്. നമ്മളെ മനസ്സെന്നൊന്ന് കൂളിംഗ് ആവുന്ന കുറെ ആളുകളിലെ ഒരുപാട് ആളുകൾ, പഴയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കും. അവര് പഴയ കാലത്ത് സിലോണിലും അവിടെ ഇവിടെ ഒക്കെ ജോലിക്ക് വേണ്ടി പോയിരുന്നവരോരോ കഥകള്, ഇതൊക്കെ നമുക്ക് അറിവുകളായിട്ട് കിട്ടും. ആളുകളിൽ നിന്ന് പല അറിവുകളും, അങ്ങനെ ഒരുപാട് അറിവുകൾ എനിക്ക്. ഇപ്പൊ ഞാന് ഇവിടെ ഷമീറും കുറെ നേരം ഇരുന്നൊക്കെ ഉണ്ടല്ലോ, കുറെ കാലത്തിന് രാത്രി ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട്. പിന്നെ ത്രാവിസ്കാരം കഴിഞ്ഞാലേ മൗനത്ത് ഇസ്ലാം സഭയാണോ ഈ സഭന്റെ ഒക്കെ ഓർമ്മകളിലെ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, മൂച്ചി കല്ലേറിട്ട്. ഇന്നൊരു മാവുണ്ടെങ്കിൽ മാങ്ങ പറയും, ഇന്ന കല്ലെറി. കുട്ടികൾക്കൊന്നും അതിന് താല്പര്യമില്ല അല്ലേ? അതാ മൂച്ചിപ്പോ മാങ്ങ നിർത്തൂല, നമ്മള് കംപ്ലീറ്റ് എറിഞ്ഞ് താഴ്ത്തു പൊട്ടിക്കും. എത്ര പോലെ മൂച്ചികൾ ഇവിടെ ഓരോ ഞായറും എന്തെല്ലാം നീനാമയ എന്തെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് മാസം കണ്ടാല്, അതായത് ഷവാലി പെരുന്നാള് ഇപ്പൊ മഖ്ദൂമിലേക്ക് അല്ല, അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ആൾ ഓർമ്മ ഉണ്ടാ അത്. പിന്നെ അതുപോലത്തെ അയാളിങ്ങനെ വരും, കുട്ടികളെങ്ങനെ കാത്തു നിൽക്കുന്നു പൊട്ടിക്കുന്ന. പഴയ കാലത്ത് തന്നെ ഒരു നമ്മള് ചെറിയ വീടുകളാണ്, വൈദ്യുതി കിട്ടാത്ത വീടുകളും, ഓല മേഞ്ഞ വീടുകൾ, ഓട് മേഞ്ഞ വീടുകൾ. ഈ കോൺക്രീറ്റ് വീടുകളൊക്കെ വന്നതാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിലും നമ്മൾ ഒരു ചെറിയ വീടാണെങ്കിലും ആ വീടിന് 10 സെന്റ് 20 സെന്റ് ഒക്കെ സ്ഥലങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഈ പൊന്നാനി വേറെ ഏതൊരു പള്ളിക്കില്ലാത്ത പ്രത്യേകത ഉണ്ട്, 3 പഠിപ്പരുണ്ട്. വേറെ പള്ളികൾക്കൊന്നും ഇല്ലല്ലോ. ഈ പള്ളിക്ക് ഉത്തരവാദിത്തമുള്ള അതെ. പൊന്നാനി ഒരു പൗരാണികമായ ഇപ്പോഴും പൊന്നാനിലെ ബിൽഡിങ്ങുകൾ കണ്ടിട്ടില്ലേ? 200-300 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും. കൂടുതലും അത് സിമെന്റ് ഒക്കെ ഇറങ്ങുന്ന മുമ്പ് ശരിക്കും കളിമണ്ണും ചക്കരയും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണല്ലോ അതിന്റെ പടം. പിന്നെ വേറെ ഒന്ന്, പൊന്നാനിൽ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, വേറൊരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും, ഇവിടെ 6 അടി ഉയരത്തിലാണ് മണ്ണ് വിട്ടിട്ട് പൊന്തിച്ചിട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളങ്ങളിലെ മണ്ണുകൾ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഈ പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ കുളങ്ങളുള്ളത്.
അപ്പൊ അതൊക്കെയാണ് പൊന്നാനിലെ അനുഭവങ്ങൾ ഫാറൂഖെ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. അതെ 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 അതെ. നമ്മളത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അത് മറക്കാൻ കഴിയില്ല. നമ്മള് എന്തെങ്കിലും ചെറിയ ഏകാന്തതയിലൊക്കെ ഇരിക്കും, ഇത്ര ഓർമ്മകൾ മനസ്സിലേക്ക്. ഫാറൂഖ് ഇനി എഴുതണട്ടാ. ഫാറൂഖിന്റെ എഴുത്തൊക്കെ സൂപ്പറാണ്, സംസാരങ്ങളും സൂപ്പറാണ്, എഴുത്തും സൂപ്പറാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ എഴുതണം ഫാറൂഖ്. ഞാൻ എന്റെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഫാറൂഖ് കണ്ടി സന്തോഷം. ഇനിയും കാണണം. ഓക്കെ, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.